ദിനോസറിന്റെ മുഖം പോലെയാണെന്നോ ദിനോസറിനുണ്ടായ കുട്ടിയെന്നോ ഒക്കെ വിളിച്ച് പർട്ടിക്കുലർ കമന്റ് ഒക്കെ പറഞ്ഞ ആൾക്കാർ വിളിക്കുന്നുണ്ടല്ലോ. ചെറ്റവർത്താനം പോരല്ലേ, മനസ്സിലായോ? അതിന് ഇവിടെ ആർക്ക് എന്താ പ്രശ്നം എനിക്കറിയില്ല. ഞാൻ ആരുടെ തലയിൽ ചെന്ന് കേറിയിരുന്നല്ല അഭിനയിക്കുന്നത്. എന്നാലും സുധിച്ചേട്ടന്റെ ഭാര്യ എന്നൊരു ധാർമ്മിക ഉത്തരവാദിത്ത സമൂഹത്തിൽ ധാർമ്മിക ഉത്തരവാദിത്തം എന്താ വീട്ടിൽ ഇരിക്കണോ? കാണ്ടാമൃഗത്തെ വേണേ കണ്ടോ, അങ്ങോട്ട് നോക്കിയാ മതി, അവിടെ ഇടയ്ക്ക് വരാറുണ്ട്. സൂചിച്ചാണ്ട് എന്തിനാ അപമാനിക്കുന്നത്? മരിച്ചുപോയ സൂചിച്ചാണ്ട് എന്തിനാ? സൂചിച്ചാണ്ട് ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നാട് വിട്ട് താങ്കൾ ഡൈവോഴ്സ് ചെയ്ത് കളയത്തില്ലായിരുന്നു. ഒരിക്കലും ഇല്ല. സൂചിച്ചാണ്ട് എനിക്കറിയാം. താങ്കൾ പറയുന്നതല്ലേ. അതിപ്പോ സൂചിച്ചാട്ടം മരിച്ചു പോയില്ല, സൂചിച്ചാട്ടം കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ. പക്ഷെ താങ്കൾ അപ്പൊ കുറെ കാര്യങ്ങൾ പറയുമ്പോ നമുക്കത് കേട്ടിരിക്കാനല്ലേ പറ്റത്തുള്ളൂ. സത്യമാണോ ഇല്ലെന്നൊന്നും തെളിയിക്കാൻ പറ്റും. അതെനിക്ക് തെളിയിക്കേണ്ട കാര്യമില്ല. എനിക്ക് എന്റെ കാര്യം ഞാൻ പറയും. വേണേ വിശ്വസിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയുക. അപ്പൊ ജനങ്ങൾ താങ്കളെ കാണുന്നത് കൊണ്ടല്ലേ താങ്കൾ ഇപ്പൊ വന്നിരുന്ന ഈ അഹങ്കാരം പറയുന്നത്? അഹങ്കാരം ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. പല കാര്യങ്ങളും ഉണ്ട് എനിക്ക് ഇവിടെ. അളിയനായാലൊന്നും തലയിടണ്ട, മനസ്സിലായോടാ പന്ന പരട്ട പന്നി. അപ്പൊ കുറെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ അതൊന്നും പൈസ കിട്ടുന്നില്ലേ? പൈസ കിട്ടുന്നത് ചുമ്മാ വെച്ചോണ്ടിരിക്കാനല്ലേ. വീട്ടിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അപ്പൊ സമൂഹത്തിനൊരു ബാധ്യതയായി മാറുമോ? സമൂഹത്തിന് ബാധ്യതയായി മാറുമോന്ന് ഞാനല്ലോ തീരുമാനിക്കും, സമൂഹമല്ലേ തീരുമാനിക്കും. കരത്തിയടിക്കാനൊക്കെ അറിയാം, നന്നായിട്ട് അറിയാം. മോശം പറഞ്ഞോ? വിളിച്ചു വരുത്തിട്ട് അപമാനിക്കുക. ഇവിടെ തർക്കശാസ്ത്രത്തിൽ PhD എടുത്തവളാണ്, പറഞ്ഞു ജയിക്കാൻ പറ്റൂല. ആരെ അപമാനിച്ചിട്ടൊന്നുമില്ല, പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടാണ്, ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്, വളരെ മോശം. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണം. എനിക്ക് സമയമുണ്ട്, എനിക്ക് സമയം പോയി. എനിക്ക് സമയമില്ല വെയിറ്റ് ചെയ്യാൻ. സന്തോഷം, അത്ര നിർബന്ധമാണ്. ഞാൻ തരാം വണ്ടിക്കൂലി, വേഗം സ്ഥലം പെടും. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ.